നിങ്ങൾ ഷോർട്ട് ഗൺസ് ഒരുപാട് യൂസ് ചെയ്യുന്ന പ്ലെയർ ആണോ, അതോ നിങ്ങളുടെ AR സ്പ്രേസിൽ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടോ? BGM കളിക്കുന്ന എല്ലാ കൂട്ടുകാരെയും, അതിനിപ്പോ ക്ലാസിക് ആണെന്നുണ്ടെങ്കിലും സ്പോർട്സ് ആണെന്നുണ്ടെങ്കിലും ഒരുപോലെ ബാധിക്കുന്ന ഒരു ചേഞ്ച് ആണ് നെക്സ്റ്റ് അപ്ഡേറ്റിൽ വരാൻ പോകുന്നത്. ഒക്കേഷണലി നമ്മുടെ ഗണ്ണിന്റെ പവേഴ്സ് ഒക്കെ ചേഞ്ച് ആവാറുണ്ടെങ്കിലും AR ഗൺസിന്റെ പവർ ചേഞ്ച് ആവറിൽ പൊതുവെ കുറവാണ്. AR ഗൺസിന്റെ പവർ ചേഞ്ച് ചെയ്യാന്ന് മാത്രം ഒന്നോ രണ്ടോ ഗണ്ണിന്റെ അല്ല, ഏകദേശം എല്ലാ AR ഗണ്ണിന്റെയും പവർ ചേഞ്ച് ആവാൻ പോവാണ് നെക്സ്റ്റ് അപ്ഡേറ്റിൽ. ഇനി AR ഗൺസിന്റെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ AR ഗൺസിന്റെ മാത്രമല്ല, ഷോർട്ട് ഗണ്ണിന്റെ ഡാമേജ് നെക്സ്റ്റ് അപ്ഡേറ്റിൽ കുറയും. ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ന്യൂ അപ്ഡേറ്റിൽ എങ്ങനെയാണ്, അതുപോലെ ഓൾഡ് ഇപ്പൊ നമ്മൾ കളിക്കുന്ന 4.0 അപ്ഡേറ്റിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാര്യം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും നമ്മൾ ഈ AR ഗണ്ണിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, എന്തിനാണ് ഇപ്പൊ ARൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത് എന്ന്. അതിനെപ്പറ്റി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പോർട്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റോണ്ടോ മാപ്പൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റോണ്ടോ, ഇറാങ്കിൾ, മിറാമാർ ഒക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം വലിയൊരു മാപ്പാണ്. ഇവിടെയൊക്കെ കൂടുതലായിട്ടും ARs ആണ് ലോങ് റേഞ്ച് ഫൈറ്റിന് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്നൈപ്പേഴ്സോ DMR ഒന്നും അതിലോട്ട് അത്രയും വരുന്നില്ല എന്നുകൊണ്ടായിരിക്കാം മേ ബി ഈ ഒരു മാറ്റത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഷോർട്ട് ഗൺസിന്റെ ഡാമേജിൽ ആ ഒരു കുറവ് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഷോർട്ട് ഗൺസിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത് വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കറന്റ് നമ്മുടെ ഗെയിമിൽ നടക്കുന്നത് ഷോർട്ട് ഗൺ മെറ്റയാണ്. ഈ ഒരു മെറ്റ് ശരിക്കും നമ്മുടെ സ്കില്ല് കുറക്കുകയാണ് ചെയ്യുന്നത്. എവിടെയെങ്കിലും TPP എടുത്ത് നിന്നിട്ട് ക്രോസ് എയർ പ്ലേസ്മെന്റ് മാത്രം കറക്റ്റ് ആക്കിയാൽ മതി. FPS കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജും ഈ ഒരു മെറ്റയിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം നമ്മുടെ ഗെയിമിൽ ഒരുപാട് മെറ്റ് വന്നു പോവാറുണ്ട്. ഒരു ടൈമിൽ നമ്മൾ സ്നൈപ്പേഴ്സ് ഒരുപാട് യൂസ് ചെയ്തിരുന്നു. അതുപോലെ SMGs ഒക്കെ നമ്മൾ ഒരു ടൈമിൽ ഒരുപാട് എടുത്ത് കളിക്കാറുണ്ടായിരുന്നു. തോംസണും UMP ഒക്കെ നമ്മൾ ഒരു ടൈമിൽ ഒരുപാട് യൂസ് ചെയ്തിരുന്ന ഗൺസ് തന്നെയാണ്. അതുപോലെ ഇപ്പൊ കറന്റ് നടക്കുന്ന ഷോർട്ട് ഗൺ മെറ്റയാണ്. ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും അതിലുള്ള ഗണ്ണിന്റെ പവർ ചേഞ്ച് ഇതൊക്കെ അനുസരിച്ചാണ് ഈ ഒരു മെറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. കറന്റ് എന്താണ് നടക്കുന്നത് എന്നുള്ളതും മുമ്പ് എന്താണ് നടന്നതെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇനി ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നതെന്നെല്ലാം കൂടി നമുക്ക് നോക്കാം. ഫ്യൂച്ചർ മെറ്റ് എന്തായിരിക്കും എന്നുള്ളത്, നമ്മുടെ പ്ലേയേഴ്സ് എങ്ങനെയായിരിക്കും ആ ഒരു മെറ്റിയായിട്ട് അഡാപ്റ്റ് ആവുന്നുള്ളത് എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടി വരും. അടുത്തൊരു അപ്ഡേറ്റ് മുതൽ നമുക്കൊരു സ്നൈപ്പിംഗ് എറ കാണാൻ പറ്റും. ആ ഒരു മെറ്റ് ആയിരിക്കും എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത അപ്ഡേറ്റിൽ വരാൻ പോകുന്ന ഗൺ പവർ കാർ 98 ഉള്ളത്. നമ്മൾ കാർ 98 വെച്ച് ഫയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡാമേജ് കൂടാതെ തന്നെ അതിനുശേഷം അവിടെ ഫോം ചെയ്യുന്ന മഞ്ഞ് പാളിക്കും ഡാമേജ് ഉണ്ടാവും. ഒരു 10 to 15% ഡാമേജ് അതിന് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല വേറെയും പ്രത്യേകതകൾ ഈ ഒരു ഗണ്ണിനുണ്ട്. ഇതിനൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് കണ്ട് കൂട്ടുകാർക്ക് കണ്ടു നോക്കാം. ഇപ്പൊ നമ്മൾ ലോങ് റേഞ്ച് സ്നൈപ്പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി ക്ലോസ് റേഞ്ചിൽ എന്താണ് അവസ്ഥ എന്നെല്ലാം കൂടി നോക്കാം. ക്ലോസ് റേഞ്ചിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് ഗൺസ് ഒരുപാട് കുറയാനുള്ള സാധ്യത ഉണ്ട്. അതിന് പകരം നമ്മുടെ SMGസും അതുപോലെ തന്നെ ഡാമേജ് കൂടുതലുള്ള AR ഗൺസും ആയിരിക്കും നമ്മുടെ അടുത്ത അപ്ഡേറ്റ് മുതൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മാറ്റം നമ്മുടെ സ്പോർട്സിലും വലിയൊരു ചേഞ്ച് തന്നെ കൊണ്ടുവരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രോസ് എയർ പ്ലേസ് ചെയ്തതിനു ശേഷം നമ്മൾ സ്കോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലോട്ട് എയിം ഷിഫ്റ്റ് ആവുന്നത്. അത് ഈ ഒരു അപ്ഡേറ്റിൽ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അടുത്ത അപ്ഡേറ്റ് മുതൽ നിങ്ങളുടെ പ്ലേയിങ് സ്റ്റൈലിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്? നിങ്ങൾ ഏത് ഗണ്ണായിരിക്കും കൂടുതലായിട്ട് എടുത്ത് കളിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ്സിൽ അറിയിക്കാൻ മറക്കണ്ട. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അടുത്ത അപ്ഡേറ്റ് മുതൽ നമ്മുടെ സ്കിൽസ് ഒന്നും കൂടി മാറ്റർ ചെയ്യുന്ന ഗെയിം പ്ലേ ആയിരിക്കും ഉണ്ടാവുക. ഈ ഒരു ഇൻഫർമേഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ എല്ലാ പ്ലേയേഴ്സിനും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ് എന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരാൻ മറക്കണ്ട. അപ്പൊ അത്രയൊക്കെയുള്ളൂ. വളരെ കുറഞ്ഞ ടൈമിൽ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പൊ അത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. സീ യു ഗൈസ് ഇൻ അനദർ വീഡിയോ. ബൈ.